പറഞ്ഞ PM ശ്രീ ഏതെന്നറിയോ? മഹാത്മാഗാന്ധിജി ഇല്ലാത്ത PM ശ്രീയെ കുറിച്ചാണ്. ശരി, PM ശ്രീയാണ്. മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM ശ്രീ, ഇത് വേറെ PM ശ്രീ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? സിലബസോ പാഠപുസ്തകമോ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, സ്കൂളുകൾ ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ളതല്ലേ? ഇപ്പൊ ശിവൻകുട്ടിയുടെ കാലത്ത് സ്കൂളുകൾ നരേന്ദ്രമോദി തീരുമാനിക്കുമായിരുന്നോ? പാഠപുസ്തകം നരേന്ദ്രമോദി ഒന്ന് എഴുതുമായിരുന്നോ? അത് ഉത്തരം പറ. അത് അഭിലാഷ് ഇന്ന് കുറെ കോമഡി സിനിമ കണ്ടിട്ട് വലിയ ആവേശത്തിൽ വന്നിരിക്കുകയാണ്. ആർഷോയുടെ മുഖത്തേക്ക് കോമഡി സിനിമകളൊക്കെ നിങ്ങൾ ഭരിക്കുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി സാർ. ആൾക്കാർ ഈ മൂവി ചാനലിലൊക്കെ റേറ്റിംഗ് കുറയാണ്. ഇതിനേക്കാൾ വലിയ കോമഡി വേറെ എവിടെ കിട്ടും? നിങ്ങൾ എന്നെ പറയാ, ഒരു മിനിറ്റെങ്കിലും എനിക്കൊന്ന് സമയം തരണ്ടേ? അതായത് ആർഷോ ഇരിക്കുന്നത്, ആർഷോക്ക് അതിന്റെ ഒരു ഇതിവിടെ ഇവിടുന്ന് ന്യായീകരിക്കാനും നാണം ആർഷോയുടെ മുഖത്തുണ്ട്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഞങ്ങൾ PM ശ്രീ എന്ന് പറഞ്ഞ കേന്ദ്ര പദ്ധതി അല്ലെങ്കിൽ ഒരുപാട് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് നിർബന്ധമായ സാഹചര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരുപാട് ഉന്നത മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെതാണ്. നേരത്തെ നിർബന്ധമില്ലായിരുന്നോ? ഞങ്ങൾ ഇടുമ്പോ മാത്രം എവിടെയാണ് ഞങ്ങൾ നിലപാട് മാറ്റിയത്? പക്ഷത്തിരിക്കുമ്പോ അത് നടപ്പാക്കുമ്പോ അത് നിർബന്ധം അല്ല. അന്നും ഇന്നും ഒരേ വാചകമാണ്, ഒരേ വാദമാണ്. എന്നിട്ട് നിങ്ങൾ അഭിലാഷ് എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരേ വാദമാണ്, പ്രവൃത്തി മാത്രമാണ്. അതൊന്ന് അഭിലാഷ് ഒന്ന് പറഞ്ഞാട്ടെ. അല്ലല്ല അഭിലാഷ് ഇന്ന് ഇൻട്രോ മുതൽ ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. ന്യായീകരിക്കണ്ട. നിങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞതും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. സ്നേഹമുണ്ട് രണ്ടുപേരോടും. ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. ഐ ഡു എഗ്രി. നിർത്തി അവമാനിക്കുവാണെന്ന്. അല്ലല്ല, നിങ്ങൾ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടോ? നല്ല ചിരിച്ച് പ്രസന്ന ഇരിക്കുന്നതോടെ അറിയോ? നിങ്ങളോടും മലയാളികളോടും ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയും. ആ അന്ന് വിമർശിച്ചതും ഇന്ന് പറയുന്നത് ഒരേ കാര്യമാണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? PM ശ്രീ എന്ന പദ്ധതിയുടെ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കേരളീയ വിദ്യാഭ്യാസത്തിന് പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട നിർബന്ധിത സാഹചര്യമുണ്ടെങ്കിൽ വായിക്കാത്തൊരു ബോംബിടാ ആളില്ലാതായി പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കെണിയിൽ കേരളത്തെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം എങ്ങനെ നടപ്പിലാക്കുമെന്ന് മന്ത്രിസഭ അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട MOU ആണ്. മന്ത്രിസഭാംഗങ്ങൾ അറിഞ്ഞില്ല, ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI അറിഞ്ഞില്ല, മറ്റ് ഘടകകക്ഷി അറിഞ്ഞില്ല, മന്ത്രിമാരും അറിഞ്ഞില്ല. അതാണല്ലോ പ്രശ്നം. താങ്കൾ ശരിയായി ചൂണ്ടിക്കാണിച്ചു. അതൊരു ശരിയായ വിമർശനവുമാണ്. അങ്ങനെ മന്ത്രിസഭ പോലും അറിയാതെ ഒരു വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട MOU അത് ഞങ്ങൾ നടപ്പാക്കിയേ തീരുമെന്ന നിർബന്ധ ബുദ്ധി എന്താ? അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു ഡ്യൂ പ്രോസസ് നടക്കാതെ വന്ന MOU ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ വില വെക്കുന്നില്ല എന്നൊരു നിലപാടെടുക്കാനോ പറ്റുമോ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. അല്ല അഭിലാഷ്, നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ കുറിച്ച് എന്നേക്കാളും ബോധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നിയമ സംവിധാനം പറഞ്ഞോളൂ. ഈ MOU നടപ്പായില്ല എന്ത് സംഭവിക്കും? നിയമപരമായി എന്ത് സംഭവിക്കും? അല്ല ഞാൻ പറയട്ടെ പ്ലീസ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. അഭിലാഷിന് ഇതിന് എന്താ പ്രശ്നം എന്നുള്ളത്? ഇതിന് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം കാവ്യവൽക്കരണം, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ, പിന്നെ പാഠപുസ്തകങ്ങൾ, അതുപോലെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിലെ പ്രശ്നം, ഇത് അന്ന് തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോ ആഞ്ജനേയ സ്വാമി ഞങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങളുടെ അന്നൊരു ഫാൾസ് നറേറ്റീവ് മുന്നോട്ട് വെച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. അന്ന് ഇല്ലാത്ത കാര്യമായിരുന്നോ? അപ്പോ ഈ പാഠപുസ്തകങ്ങളിൽ ഇടപെടും, കാവ്യവൽക്കരിക്കും എന്നൊക്കെയുള്ളത് ഒരു ഫാൾസ് നറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ഫാൾസ് നറേറ്റീവ് കേരളത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാവാൻ ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഓണസ്റ്റായി സമ്മതിച്ചാൽ മതി എന്നാ പിന്നെ പ്രശ്നം തീർന്നു. CPI-ക്കാരാണ് പറയുന്നത് ഇത് ഈ രീതിയിൽ ആക്ഷേപമുണ്ടെന്ന്. ഒരു മുന്നണിയുടെ ഭരിക്കുന്ന കക്ഷിയുടെ നേതാവ് പറയുമ്പോ ഞങ്ങളത് വിശ്വസിക്കൂലേ? CPI പറഞ്ഞതുകൊണ്ടാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ആശങ്ക പങ്കുവെച്ചു. നിങ്ങൾ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നുണ്ട്, നിങ്ങൾ നെഗോഷിയേഷൻ നടത്തി, നിങ്ങൾ ആ നടത്തിയതിന് ശേഷം നടപ്പിലാക്കി ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് അന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അഭിലാഷ് ഇന്ന് വന്ന്
ഒരു കാരണവശാലും അല്ല, PMC നിങ്ങൾ- പദ്ധതി നടപ്പാക്കാൻ നിങ്ങൾ അനുവദിക്കില്ല മാധ്യമങ്ങളോട് എന്നുള്ളതായിരുന്നു പറഞ്ഞതാ. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അത് നിലപാട്. മാറ്റി സാഹചര്യം ഉണ്ടായി. നിങ്ങൾ എന്ത് ഏതെങ്കിലും അടിസ്ഥാനത്തിലാണ് തരത്തിൽ ഫണ്ട് ഇന്ന് വേണമെങ്കിൽ ഇന്ന് തുടക്കം മുതൽ അത് നേടേണ്ടത് നിയമപരമായാണ്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഈ 1000 കോടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പണത്തിന് വേണ്ടി നമ്മുടെ ആത്മാഭിമാനം പണയം വെക്കാൻ പോകുന്നതാണ് അല്ലെന്നേ. കുഞ്ഞാലിക്കുട്ടി ചോദിച്ചതെന്നാണെന്നേ ഞാൻ കേട്ടതല്ലേ. ഒത്തില്ല. അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്നും അതേ സ്റ്റാൻഡാണ്. ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് അല്ല, ഇതിന് ആത്മാഭിമാനം അന്നും കൂടി പറയല്ലേ പണയപ്പെടുത്തിക്കൊണ്ട് മതേതരത്വം കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു PMC കേരളത്തിൽ നടപ്പിലാവില്ലെന്നേ. ഇന്ന് മാത്രം ഈ വാർത്ത കേൾക്കുന്ന ആളുകളല്ല മലയാളികൾ. അതെ. ഇതിനു മുമ്പ് ശിവൻകുട്ടി പറഞ്ഞതും മാറ്റി പറഞ്ഞതും SFIക്കാർ പറഞ്ഞതും മാറ്റി പറഞ്ഞതും ന്യായീകരിച്ചൊക്കെ ഞങ്ങൾ അന്ന് ഇന്നും ഒരേ സ്റ്റാൻഡാണേ. കേൾക്കാൻ നല്ല രസമുണ്ട്. മാറുന്നില്ല. അഭിലാഷ് ഇത് വലിയ സന്തോഷത്തിൽ വന്നിരുന്ന് സിനിമയുടെ കോമഡി കഥകൾ പറഞ്ഞ് ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. നിങ്ങൾ പറഞ്ഞത് മാറുന്നില്ല. ആർഷോ തന്നെ ഇരിക്കും നോക്ക്. നിങ്ങൾ വലിയ പറഞ്ഞത് പ്രതിരോധത്തിൽ ആർഷോ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ആർഷോ ഞാൻ ഇങ്ങനെയാണോ? തിരിച്ചറിയാതെ എന്ത് ചെയ്യും? ആർഷോ സാധാരണ ഇങ്ങനെയല്ലല്ലോ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, നിങ്ങൾ അല്ലല്ലോ. പറഞ്ഞത് ഞാൻ ഇരിക്കണ നോക്ക്. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞത് ഇരിക്കാൻ എല്ലാം. കാരണം? നമുക്ക് അഭിമാനത്തോടു കൂടി ജനങ്ങളോട് പറയാൻ കഴിയും അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്, മാറ്റില്ല. ഏതാ ഞാൻ സ്റ്റാൻഡ്? അതുകൊണ്ട് ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ശരി, അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്. KM ഷാജിയുടെ നേരത്തെ കേൾപ്പിച്ചു, ഒന്നുകൂടി കേൾക്കാം. ഇനി ഇപ്പം അവസാനമായി ചർച്ചയ്ക്ക് വരുന്ന ആർക്കെങ്കിലും അത് അറിയാതെ ഉണ്ടെങ്കിൽ KM ഷാജി അന്ന് പറഞ്ഞൊന്നും കേൾക്കാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. എന്താ ഉറക്കം വരുന്നു. PM ശ്രീ കരാർ വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇതാണ് മുമ്പ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്നാന്നാ പറഞ്ഞത്. ആണോ ഷാക്കറെ? അഭിലാഷ് ഒരു മിനിറ്റ് ശരിയായിട്ട് ഒരു മിനിറ്റ് അഭിലാഷേ. ഇപ്പൊ ഈ ഷാജിയുടെ പ്രസംഗം നിങ്ങൾ ഒരു 10 തവണ കൂടി കേൾപ്പിച്ചോ. കൃത്യമാണ്. RSSന്റെ കാവ്യവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അനുവദിക്കില്ല എന്നല്ലേ പറഞ്ഞത്? അതിനെന്താ കുഴപ്പം? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത പാഠപുസ്തകം ഉണ്ടാവില്ല. മഹാത്മാഗാന്ധി ഇല്ലാത്ത പറഞ്ഞതാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടെന്നാണ് എന്റെ ചോദ്യം. അല്ലാതെ ഷാജി പറഞ്ഞത് അല്ല, അതെ ഏത് അല്ല. ഷാജി പറഞ്ഞ PMC ഏതെന്നറിയോ? ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത, മഹാത്മാഗാന്ധിജി ഇല്ലാത്ത PMCയെ കുറിച്ചാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ശരി, മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM ശ്രീ, ഇത് വേറെ PM ശ്രീ, അങ്ങനെയാണോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അല്ലെന്നേ, പിന്നെ ഷാജി തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതേ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. PM ശ്രീ അല്ല, അതായത് RSSന്റെ കാവ്യവൽക്കരണം ഇല്ലാത്ത ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം കേരളത്തിൽ PM ശ്രീ വഴി നടപ്പിലാക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാതെ അപ്പോ അതേ പറഞ്ഞതൊന്നും അഭിലാഷിന് മനസ്സിലായിട്ടില്ലേ? എനിക്ക് മനസ്സിലായി, ജവഹർലാൽ നെഹ്റുവില്ലാത്ത എനിക്കും മനസ്സിലായി, താങ്കൾക്ക് മനസ്സിലായി, ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അതിന് മനസ്സിലാകാത്തതിന്റെ ഒന്നും എല്ലാവർക്കും മനസ്സിലായി. ഷാജി പറഞ്ഞ PMC ഏതാണ്? RSSും CPM തമ്മിൽ തലയിൽ മുണ്ടിട്ട് 10-ാം തീയതി അമിത്ഷായെ കണ്ട് ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഡീലുണ്ടല്ലോ. കേസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഡീലാണ് എന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടായിരുന്നു. അതെ, എനിക്ക് തോന്നാണോ അതാ ശരിക്കും മണ്ടനാണോ? ഇതിപ്പോ ഇത്രയും പറഞ്ഞത് അന്ന് ഉൾപ്പെട്ട PM ശ്രീ നടപ്പാക്കിയാ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നടപ്പാക്കുന്നത് വേറെ PM ശ്രീയാ? ആ PM ശ്രീ അല്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അന്നും ഇന്നും ഒരേ വാദമാണ് അഭിലാഷേ. ഇതിന് നമ്മൾ UDF കൺവീനർ പ്രസ്താവന വന്നിട്ടുള്ളൂ. ഈ PM ശ്രീ എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. ആ തീരുമാനം ഇരിക്കുന്നേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.